വീണ്ടും ഒരു ചോദ്യം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ പല റേറ്റിലുള്ള ബിരിയാണി കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും 80 രൂപ ബിരിയാണി, അതുപോലെ തന്നെ 100 രൂപ ബിരിയാണി. ബ്രാൻഡ് നെയിം കൊണ്ട് ബിരിയാണിയുടെ റേറ്റ് കൂട്ടുന്നതല്ലാതെ അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് റേറ്റ് കൂട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ചുരുക്കി പറഞ്ഞ അറേബ്യൻ്റെ ഒരു ബിരിയാണി 150 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 160 രൂപയുണ്ട്. അപ്പോൾ ചില കസ്റ്റമർ പറയും ഇത് റേറ്റ് കൂടുതലല്ലേ, ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് 130 രൂപയ്ക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ 160 രൂപ അല്ലെങ്കിൽ 150 രൂപ ബിരിയാണിക്ക് ഈടാക്കാനുള്ള കാരണം, ഇത് കറക്റ്റ് ഒരു കണക്ക് പോലെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റെഡിക്കും അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ റെഡിക്കും കസ്റ്റമറെ മറ്റുള്ളവർ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അവർ പറ്റിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പൈസ ഈടാക്കുന്നതും കൂടി ഈ ഒരു അവയർനെസ്സും കൂടി കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. മാർക്കറ്റിൽ കസ്റ്റമറെ പറ്റിക്കുകയാണെന്നുള്ളൊരു സത്യം അവർക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതെല്ലാവരും വീടുകൾ നോക്കുന്നവരായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ വീടുകളിലാകുമ്പോൾ ഒരു 10 ആൾക്ക് ഭക്ഷണം വെക്കുമ്പോൾ നിങ്ങൾക്ക് മീറ്റ്, പലചരക്ക്, പച്ചക്കറി ഇത് മാത്രം നിങ്ങൾക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും? നിങ്ങൾക്ക് ഗ്യാസ്, വിറക്, പിന്നെ നിങ്ങൾ ലേബർ ചാർജ്, നിങ്ങളുടെ വെഹിക്കിൾ ചാർജ്, ഇതൊന്നും നിങ്ങൾ അഡീഷണൽ ഡിസ്പോസിബിൾസ് ഇതൊന്നും അഡീഷണൽ കൂട്ടണ്ട. ഇല്ലാതെ ഇത് മാത്രം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് വീടുകളിൽ ചെയ്യുമ്പോൾ? സോ മെനി. നമുക്ക് ഒരു 6 ബിരിയാണിക്ക്, അതായത് 1 കിലോ അരിക്കുള്ള ബിരിയാണിക്ക് എത്ര രൂപ കോസ്റ്റ് വരും നോക്കാം. ഒരു ചിക്കൻ ബിരിയാണിക്ക് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. 6 ആൾക്ക് നമ്മളെ റേറ്റ് വരുന്നത് 6,160 960 രൂപ. നമ്മൾ അറേബ്യന്റെ ബിരിയാണിയുടെ റേറ്റ് വരുന്നത് കൈമ റൈസാണ് കൂട്ടിയിട്ടുള്ളത്. അതിന്റെ അളവാണ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. കൈമ 1 കിലോ അരിക്ക് 110 രൂപ. ചിക്കൻ 1 കിലോ അരിയിൽ ചിക്കൻ വേണ്ടത് മീറ്റ് 2 കിലോ ബിരിയാണിക്ക് 220 രൂപ, 110 രൂപ റേഞ്ചിൽ. ഒരു പാക്കറ്റ് തൈര് 30 രൂപ. അതിന്റെ സവാള, തൈര്, കച്ചമ്പറിനും മസാല കൂടി 1/2 കിലോ 400 + 100 അതിനൊരു 20 രൂപ. തക്കാളിക്ക് ഒരു 220 ഗ്രാം തക്കാളി വേണ്ടി ഒരു 10 രൂപ. പിന്നെ അതർ വെജിറ്റേറിയൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, അതിന്റെ കുക്കുംബർ, ക്യാരറ്റ്, പൈനാപ്പിൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും കൂടി 110 രൂപ. ഒരു 6 പേർക്ക് വേണ്ട അത്ര ചുരുക്കം മതി. പിന്നെ സ്പൈസസ് മുളക്, മല്ലി, മഞ്ഞൾ, കുരുമുളക്, മസാലപ്പൊടി, അതർ പലചരക്ക്, കറി മസാല ഐറ്റംസ് കൂടി 100 രൂപ ബേസിക്. പിന്നെ ഒരു ഓയിൽ ഒരു പാക്കറ്റ് വേണ്ടി വരും. ചിക്കൻ വറക്കാനും റൈസിലും കൂടി 2 കൂട്ടിയിട്ട് 1 കിലോ അത് 150 രൂപ. നെയ്യ് ഒരു 50 ഗ്രാം മതിയാവും ഒരു 6 പേർക്കല്ലേ, ഒരു 40 രൂപ. ഗ്യാസ് ഒരു 10 രൂപയുടെ ഗ്യാസ് കൂട്ടിയാൽ മതി. ഇനി കുക്കിന്റെ ലേബർ ഒരു 20 രൂപ 1 കിലോ. ഇപ്പോൾ കുക്കിന് 6 പേർക്ക് ഒരാൾക്ക് 20 രൂപ കണക്കാക്കിയിട്ട് ഒരു 120 രൂപ കുക്കിന്റെ പേയ്മെന്റ്. ഒരു പർച്ചേസിങ്ങിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു 50 രൂപ. നമുക്കൊരു 6 പേരെ ബിരിയാണിക്ക് നമുക്ക് വരുന്ന കോസ്റ്റ് 970 രൂപ. നമ്മുടെ 960 നമ്മളിട്ടുള്ളത് ഈ ചെറിയൊരു വേരിയേഷൻ ഇതിൽ വരും. കാരണം എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബൾക്ക് പർച്ചേസിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു മേ ബി ഇതിൽ നിന്നൊരു 10 റുപ്പീസോളം അല്ല ഒരു 100 റുപ്പീസോളം നമുക്ക് മേ ബി ലെസ് ഔട്ട് ഇട്ടേക്കാം. ഈ പർച്ചേസിങ് കോസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇതിൽ കുറച്ചുകൂടി ബൾക്ക് പർച്ചേസിങ്ങിനോട് ചെറിയ വ്യത്യാസം വന്നേക്കാം. അപ്പൊ നമുക്കൊരു 870 രൂപ കോസ്റ്റ്, മിനിമം കോസ്റ്റ്. ഇതിൽ എഴുതാത്ത ഒരുപാടുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് ബിരിയാണി 120 രൂപ ബിരിയാണി കൊടുക്കണു 720 രൂപയ്ക്ക്? 870 മിനിമം കോസ്റ്റ് വരും. ഇത് ബൾക്ക് പർച്ചേസിങ്ങിൽ നമ്മൾ പറഞ്ഞ ബൾക്കായിട്ട് ക്വാളിറ്റി ഐറ്റംസ്, റിപ്പീറ്റ് ചെയ്ത് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് നമുക്കൊരു 870 രൂപ നല്ല കുക്കിനെ വെച്ച് നല്ല സാധനങ്ങൾ വാങ്ങി നല്ല ഇതിൽ സർവീസ് ചെയ്യാം. നമുക്ക് 870 രൂപ ഒരു 6 ബിരിയാണിക്ക് കോസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു 720 സെറ്റ് ഔട്ട് ചെയ്യുന്നത്? 120 ബിരിയാണി. ഇനി 130 രൂപയുടെ ബിരിയാണിക്കാർ 780 എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും കോസ്റ്റ്? ഇനി 140 രൂപ കൊടുക്കുന്നവർ 840 കോസ്റ്റ്. ഇനി 150 കൊടുക്കുന്നവരെ പോട്ടെ, കാരണം 150 വെച്ച് വരുമ്പോൾ അവരവിടെ സെറ്റ് ഔട്ട് ചെയ്യുന്നത് 900. അപ്പൊ കുഴപ്പമില്ല. അല്ലാതെ ഈ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ഔട്ട് ചെയ്യുന്നത് എന്തിനും അത് ശരിക്കും പറ്റിക്കാണ്. കാരണം കസ്റ്റമർക്ക് ഇതിൽ അരിയിൽ വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ മീറ്റിൽ വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൽ ഇതിലേതിലെങ്കിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് പറയുന്നത്. മനസ്സിലാവണ്ട? ഇതിൽ എന്തിലെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതാണ് ആ പ്രൈസിൽ വേരിയേഷൻ വരുത്തുന്നത്. അല്ലാതെ ഒരു പ്രൈസ് കുറച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്വാളിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇത് ഉയർത്തലല്ല, രണ്ടാലൊന്ന് കുറയ്ക്കുന്നതാണ്
ഇനി മനസ്സിലാക്കുക. കാരണം ഇത് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയി നിങ്ങളെ പലചരക്കട, നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി കട, മാർക്കറ്റിൽ ചിക്കൻ്റെ ഒക്കെ റേറ്റ് എന്ന് അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ ഇന്നൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുള്ള അവൈലബിൾ ആണ്. ഇത് വെച്ച് നിങ്ങൾ കൂട്ടി നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 6 പേർക്കുള്ള ഇതിന്റെ ഇരട്ടി കൂട്ടിയാൽ മതി 6 ആൾക്ക്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് ഈ ഒരു വേരിയേഷൻ കിട്ടുമായിരിക്കും. ഈ 960 ഒരു 160 ആൾക്കുണ്ടെങ്കിൽ 870 രൂപ കോസ്റ്റ്. അപ്പോൾ എത്ര വരുന്നു? ഇതെങ്ങനെ പിന്നെ ഒരു കൊടുക്കും? പറ്റിക്കുന്നതാണ്. ഓക്കെ, ഇത് ചില കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചറിയാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും മെജോറിറ്റി നമ്മളിലുണ്ട്. നമ്മൾ മാത്രമല്ല, മറ്റു ഒരുപാട് കാറ്ററിംഗുകാരിലുണ്ട്. പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഇന്നും പറ്റിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് കൂട്ടി വെക്കണ്ട. ഓക്കെ.